അമേരിക്കൻ ജനതയ്ക്കിടയിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചിന്താഗതി മാറ്റങ്ങൾ പ്രകടമാകുന്നതായി പുതിയ സർവേ റിപ്പോർട്ട്. പ്രമുഖ ആഗോള ഗവേഷണ ഏജൻസിയായ പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങളുള്ളത്. അമേരിക്കൻ പൊതുജീവിതത്തിൽ മതത്തിന്റെ സ്വാധീനം വലിയ രീതിയിൽ വർദ്ധിച്ചുവരുന്നതായി ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നു. എന്നാൽ പള്ളികളും മറ്റ് ആരാധനാലയങ്ങളും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നാണ് ഭൂരിപക്ഷം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നത്. ഏപ്രിൽ മാസം 3500-ലധികം US പൗരന്മാർക്കിടയിൽ നടത്തിയ സർവേ പ്രകാരം 37% ആളുകൾ രാജ്യത്ത് മതത്തിന്റെ സ്വാധീനം ശക്തമാകുന്നതായി വിലയിരുത്തുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഈ നിരക്കിൽ 19% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് 2002 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം 61% പേർ ഇപ്പോഴും മതത്തിന്റെ സ്വാധീനം കുറയുന്നതായും കരുതുന്നുണ്ട്. എന്നിരുന്നാലും മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തുന്നതിനോട് ജനങ്ങൾക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. സർവേയിൽ പങ്കെടുത്ത 79% ആളുകളും തിരഞ്ഞെടുപ്പുകളിൽ പള്ളികളോ മതനേതാക്കളോ ഏതെങ്കിലും പ്രത്യേക സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനെ ശക്തമായി എതിർത്തു. കൂടാതെ 2/3 66% ജനങ്ങളും ആവശ്യപ്പെടുന്നത് സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാതെ മതസ്ഥാപനങ്ങൾ മാറി നിൽക്കണമെന്നാണ്. ഈ വിഷയത്തിൽ അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വ്യക്തമായ ചേരിതിരിവ് ദൃശ്യമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി അനുഭാവികളിൽ 75% സമൂഹത്തിലെ മതത്തിന്റെ സ്വാധീനത്തെ അനുകൂലിക്കുമ്പോൾ, ഡെമോക്രാറ്റിക് പാർട്ടിയിൽ 38% പേർ മാത്രമാണ് ഇതിനെ നല്ല രീതിയിൽ കാണുന്നത്. കൂടാതെ അമേരിക്കൻ ഗവൺമെന്റ് ക്രിസ്തുമതത്തെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കണമെന്ന് 27% റിപ്പബ്ലിക്കന്മാർ ആവശ്യപ്പെടുമ്പോൾ, വെറും 8% ഡെമോക്രാറ്റുകൾ മാത്രമാണ് ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നത്. മൊത്തം അമേരിക്കക്കാരിൽ 17% പേർ മാത്രമാണ് രാജ്യം ഒരു ഔദ്യോഗിക മതം പ്രഖ്യാപിക്കണം എന്ന അഭിപ്രായമുള്ളവർ. US നിയമനിർമ്മാണത്തിൽ ബൈബിളിന് സ്വാധീനമുണ്ടാകണമെന്ന് 51% ആളുകൾ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് വെള്ളക്കാരായ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റുകാരിൽ 85% പേരും ബൈബിൾ നിയമങ്ങളെ പിന്തുണയ്ക്കുന്നു. അതിൽ 62% പേർ ജനവികാരത്തേക്കാൾ ബൈബിൾ നിർദ്ദേശങ്ങൾക്കാണ് നിയമനിർമ്മാണത്തിൽ മുൻഗണന നൽകേണ്ടതെന്ന് വാദിക്കുന്നു. പള്ളിയും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവ് ശക്തമായി തുടരണമെന്ന് ഭൂരിഭാഗം 54% ജനങ്ങളും ആഗ്രഹിക്കുമ്പോൾ, ഈ വേർതിരിവ് അവസാനിപ്പിക്കണം എന്ന് പറയുന്നവരുടെ എണ്ണം 13% കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ക്രിസ്ത്യൻ നാഷണലിസം എന്ന ആശയത്തെക്കുറിച്ച് കേട്ടറിവുള്ളവരുടെ എണ്ണം 59% ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ ആശയത്തോട് ആഭിമുഖ്യമുള്ളവർ വെറും 10% മാത്രമാണ്. ഇതിനെ കടുത്ത ഭാഷയിൽ എതിർക്കുന്നവരുടെ എണ്ണം 31% വർദ്ധിച്ചതായും പ്യൂ റിസർച്ച് സെന്ററിന്റെ സർവേ വ്യക്തമാക്കുന്നു.